ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും തകർന്നു കിടക്കുന്ന റോട്ടിൽ നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. മണക്കടവ് അറപ്പുഴ റോഡിലെ കൊടൽപ്പാടം ഭാഗമാണ് ഇപ്പോഴും വെള്ളക്കെട്ടിൽ തകർന്നു കിടക്കുന്നത്. നമ്മൾ നടന്ന പ്രതിഷേധ റാലിയിൽ നടന്ന മുദ്രാവാക്യം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. വളരെ വ്യക്തമായി തന്നെ ആ മുദ്രാവാക്യത്തിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഞായറാഴ്ച അവധി ദിവസത്തിൽ പോലും ഇതിൻ്റെ ഗൗരവം ആപത്തും കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, വെള്ളം എന്ന് പറഞ്ഞാൽ അമൂല്യമാണ്, ജീവജലമാണ്. ഒരു തുള്ളി പോലും പാഴാക്കരുത്, സൂക്ഷിക്കണമെന്ന പാഠമാണ് വളരെ വർഷങ്ങളായിട്ട് പാഠപുസ്തകം നോക്കി ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാടാകെ ജപ്പാൻ കുടിവെള്ളം പദ്ധതികൾ വിപുലമായപ്പോൾ വെള്ളം അമൂല്യമല്ല, സൂക്ഷിക്കേണ്ടതില്ല, ഒരു തുള്ളി പോലും സംരക്ഷിക്കേണ്ടതില്ല, 24 മണിക്കൂർ ഒഴുകട്ടെ 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 എന്ന ഒരു സന്ദേശമാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ കാണുന്നത്. ഇങ്ങോട്ട് കടക്കാൻ പോലും ഒരു ചെറിയ പാലമിടേണ്ട അവസ്ഥയാണ് ഉള്ളത്. നമുക്ക് ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജപ്പാൻ കുടിവെള്ളം. ഒരു 100-150 മീറ്റർ മാത്രം ഇത്ര വലിയ ഒരു പദ്ധതി വെച്ച് റോഡുണ്ടാക്കിയിട്ട് ഏറ്റവും ദയനീയമായ, ഏറ്റവും രൂക്ഷമായ ഒരു കുറഞ്ഞ സ്ഥലം നന്നാക്കാൻ നമ്മുടെ അധികൃതർ ആരും ശ്രദ്ധിച്ചിട്ടില്ല. കൊടൽപ്പാടം ഭാഗത്തെ റോഡിന് വർഷങ്ങളായി ഈ അവസ്ഥയാണ്. റോഡിൽ നിറയെ വെള്ളക്കെട്ടും വലിയ കുഴികളുമാണ്. ഈ ഭാഗങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് പൊട്ടലിനും അവസാനമാകുന്നില്ല. ഇപ്പോഴും കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിരവധി തവണ പ്രവൃത്തികൾ നടത്തിയെങ്കിലും യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് മണക്കടവ് അറപ്പുഴ റോഡ് ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. റോഡിലെ വെള്ളക്കെട്ടിൽ വലവീശിയും ചൂണ്ടയിട്ടും പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടി എം അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. എം ഗോപാലകൃഷ്ണൻ, പി രതീഷ്, പി കെ ബാവ, എൻ പി വേണുഗോപാലൻ, കെ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു.